കഥ തുടങ്ങുകയാണ്. ഈ സമയം പപ്പിയും പപ്പിയുടെ അമ്മയും ജ്യോതിയുടെ റൂമിൽ കയറുകയാണ്. പപ്പിയുടെ അമ്മ ആ റൂമിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം എടുത്ത് സാരിയിൽ മറച്ചു വെക്കുകയാണ്. പപ്പി ജ്യോതിയെ പാറു എന്ന് വിചാരിച്ച് എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ സമയം ആരും പാറുവിന്റെ മുഖം കാണാത്തത് കൊണ്ട് മോഹിനി കത്തി പ്രയോഗിച്ച് തീയാളി കത്തിക്കുകയും കൂടുതൽ ഭാഗങ്ങളിൽ തീ പടരുകയും ചെയ്യുകയാണ്. പാറുവിന്റെ അടുത്തേക്ക് തീ പോകുന്നത് കാണുന്ന ശങ്കർ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ശങ്കറിന്റെ കൈ പൊള്ളുകയാണ്. അത് കാണുന്ന പാറു ശങ്കർ വേദന കൊണ്ട് ഇരിക്കുന്നത് കണ്ട് ശങ്കറിന്റെ അടുത്ത് പോയി കൈ പൊള്ളിയോ എന്ന് നോക്കുകയാണ്. ഇതിനിടയിൽ ഷോള് മാറിയത് പാറു ശ്രദ്ധിക്കുന്നില്ല. ശങ്കർ പാറുവിന്റെ മുഖം കാണുന്നു. ജ്യോതി നിൽക്കേണ്ട സ്ഥലത്ത് പാറു നിൽക്കുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ശങ്കർ. അതേസമയം പപ്പി ജ്യോതിയെ എടുത്തുകൊണ്ട് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് കൂടി പോകുന്ന സമയം ഇരുട്ടായതുകൊണ്ട് കാല് തട്ടി പപ്പി താഴെ വീഴുമ്പോൾ ജ്യോതിയും താഴെ വീഴുകയാണ്. അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും പപ്പിയെ കാണുമെന്ന് വിചാരിക്കുന്ന പപ്പിയുടെ അമ്മ പേടിച്ച് പപ്പിയോട് പാറുവിന്റെ കാര്യം പിന്നീട് നോക്കാമെന്ന് പറഞ്ഞ് പപ്പിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം അവിടെ കറണ്ട് വരുന്നു. കറണ്ട് വരുമ്പോൾ എല്ലാവരും ജ്യോതി ബോധമില്ലാതെ കിടക്കുന്നത് കാണുകയാണ്. ജ്യോതിയെ കാണുന്ന ശങ്കർ ജ്യോതിയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. ബോധം വരുന്ന ജ്യോതി ചുറ്റും നോക്കുമ്പോൾ ഫംഗ്ഷൻ വന്ന എല്ലാവരും നിൽക്കുന്നതും പാറു ജ്യോതിയുടെ ഡ്രസ് ഇട്ട് നിൽക്കുന്നതും കാണുന്ന ജ്യോതി പാറു ഡ്രിങ്ക്സിൽ എന്തോ കലർത്തി കൊടുത്തു എന്നും അത് കാരണം ജ്യോതി ഉറങ്ങിപ്പോയ സമയം നോക്കി എന്റെ വേഷത്തിൽ പാറു ഫംഗ്ഷന് വന്നതാണെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന സൗദാമിനി ഉൾപ്പെടെ എല്ലാവരും പാറുവിന്റെ വഴക്ക് പറയുകയാണ്. സീമ പാറുവിനോട് ജോലിക്കാരിയുടെ സ്ഥാനത്ത് നിന്ന് ഓണറുടെ സ്ഥാനം കിട്ടാൻ വേണ്ടിയായിരിക്കും ഇതൊക്കെ ചെയ്തതെന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന സൗദാമിനി പാറുവിനെ പാലസിന് പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. പാറു മുത്തശ്ശിയോടും സൗദാമിനിയോടും ശങ്കറിനോടും പാറു ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നും ജ്യോതി മദ്യപിച്ച് ബോധം പോയത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നും എന്നെ വിശ്വസിക്കണമെന്നും മാറി മാറി എല്ലാവരോടും പറയുകയാണ്. തുടർന്ന് സൗദാമിനി പാറുവിനെ പാലസിന് പുറത്താക്കി ഡോർ അടയ്ക്കുകയാണ്. അത് കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് പാറു. പാറു പോകുന്നത് കാണുന്ന മോഹിനി എങ്ങനെയെങ്കിലും പാറുവിന്റെ സിന്ദൂര രേഖയിൽ സിന്ദൂരമാക്കണമെന്ന് പറയുകയാണ്. എന്നിട്ട് മോഹിനി തന്റെ ശക്തി പ്രയോഗിച്ച് കാർമേഘങ്ങളെ വരുത്തുകയാണ്. അപ്പോൾ തന്നെ അവിടെ മഴ പെയ്യുകയാണ്. നനയുന്ന പാറു സിന്ദൂരമായാതിരിക്കാൻ വേണ്ടി തിരിച്ച് പാലസിന്റെ അകത്തേക്ക് പോവുകയാണ്. പാലസിൽ ആരെയും കാണാത്തത് കൊണ്ട് പേടിച്ച് നിൽക്കുകയാണ് പാറു. അപ്പോൾ അവിടെ വരുന്ന മോഹിനി പാലസിന്റെ അകത്തും കാർമേഘങ്ങളെ വരുത്തുകയാണ്. പാലസിന്റെ അകത്ത് മഴ പെയ്യുന്നത് കണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന പാറു ബോധം കെട്ട് വീഴുകയാണ്. പാറുവിന്റെ സിന്ദൂരമായുന്നത് നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ് മോഹിനി. ഈ സമയം ഉറക്കത്തിൽ കിടക്കുന്ന ജ്യോതി പിച്ചിമ്പയും പറയുന്നത് കേൾക്കുന്ന ശങ്കറിന് പാറു തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും ജ്യോതി മദ്യപിച്ചു എന്ന് പാറു പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാവുകയാണ്. അത് മനസ്സിലാക്കുന്ന ശങ്കർ പാറുവിന്റെ അടുത്തേക്ക് ഓടി പോവുകയാണ്. ഓടിപ്പോകുന്ന വഴി ശങ്കറിന്റെ കയ്യിൽ കുങ്കുമം ആവുകയാണ്. ഈ സമയം പാറുവിന്റെ നെറ്റിയിലെ കുങ്കുമം മുഴുവൻ മായുന്ന സമയം അവിടെ വരുന്ന ശങ്കർ പാറു ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് പാറുവിന്റെ നെറ്റിയിൽ തൊട്ട് വിളിക്കുകയാണ്. അപ്പോൾ ശങ്കറിന്റെ കയ്യിലുണ്ടായിരുന്ന സിന്ദൂരം മുഴുവൻ പാറുവിന്റെ സിന്ദൂര രേഖയിലാവുകയാണ്. ആ സമയം അവിടേക്ക് എല്ലാവരും വരികയാണ്. ശങ്കർ പാറുവിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ പാറുവിന്റെ നെറ്റിയിൽ സിന്ദൂരം കിടക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മോഹിനി. അടുത്ത സീനിൽ ശങ്കറിന്റെ അടുത്ത് പോകുന്ന മോഹിനി വിവാഹം കഴിയാത്ത ഒരു പെൺകുട്ടി ഒരു കാരണവുമില്ലാതെ സിന്ദൂരം ഇട്ട് ശങ്കറിന്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നത് ശരിയല്ല എന്നും അതെല്ലാം കാണുമ്പോൾ ജ്യോതിക്ക് വിഷമം ഉണ്ടാകുമെന്നും നാട്ടുകാർ പല കഥകളും പറഞ്ഞു നടക്കുമെന്നും പറയുകയാണ്. അതെല്ലാം കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് ശങ്കർ. ഈ സമയം പാറുവിന്റെ വിഷമങ്ങളെല്ലാം ഭഗവാന്റെ അടുത്ത് പറയുകയാണ്. അതിനുശേഷം പാറു കുങ്കുമ ഇടാൻ എടുക്കുമ്പോൾ അവിടെ വരുന്ന ശങ്കർ പാറുവിന്റെ കയ്യിൽ പിടിച്ച് കുങ്കുമ ഇടുന്നത് തടയുകയാണ്. എന്നിട്ട് ശങ്കർ പാറുവിനോട് പാറുവിനെ വിവാഹം കഴിച്ചത് ഓർമ്മയില്ല എന്നും സിന്ദൂരം ഇട്ടാലും എന്ത് ചെയ്താലും എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ഥാനവും പാറുവിന് ഉണ്ടായില്ല എന്നും ജ്യോതിയുടെയും ശങ്കറിന്റെ ഇടയിൽ ഒരിക്കലും വരരുത് എന്നും ശങ്കറിന്റെ ജീവിതത്തിൽ ജ്യോതി മാത്രമേ ഉള്ളൂ എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന പാറു ശങ്കറിനോട് ശങ്കറിന് വിവാഹം കഴിഞ്ഞ കാര്യം ഓർമ്മയില്ല എന്നും പറഞ്ഞ് സത്യമല്ലാതാവില്ല എന്നും ശങ്കറിന്റെ ആദ്യ ഭാര്യ ഞാനായിരിക്കും എന്നും പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന ശങ്കർ പാറുവിനോട് സിന്ദൂരം മാച്ച് കളഞ്ഞില്ല എങ്കിൽ എന്നെ പോലൊരു ദുഷ്ടൻ വേറെ ഉണ്ടാവില്ല, എന്റെ യഥാർത്ഥ സ്വഭാവം നീ കാണുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ശങ്കർ അവിടെ നിന്ന് പോവുകയാണ്. ഈ എപ്പിസോഡിന്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഥ തുടങ്ങുകയാണ്. ഈ സമയം പപ്പിയും പപ്പിയുടെ അമ്മയും ജ്യോതിയുടെ റൂമിൽ കയറുകയാണ്. പപ്പിയുടെ അമ്മ ആ റൂമിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം എടുത്ത് സാരിയിൽ മറച്ചു വെക്കുകയാണ്. പപ്പി ജ്യോതിയെ പാറു എന്ന് വിചാരിച്ച് എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ സമയം ആരും പാറുവിന്റെ മുഖം കാണാത്തത് കൊണ്ട് മോഹിനി